തൃശ്ശൂരാണ്. മണലാർക്കാവ്. അതെ, മണലാർക്കാവ് വിയൂർ ദേശത്താണ്. ഈ തൃശ്ശൂരുകാർ ഞങ്ങളോട് ക്ഷമിക്കണം, ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്, ഷംന പാലക്കാട്ടുകാരിയാണ്. അപ്പൊ നമ്മുടെ ഒരു എന്താണ് എന്തെങ്കിലുമൊക്കെ ദേശത്തെ സംബന്ധിച്ചുള്ള തെറ്റുകളൊരു ഗ്യാരണ്ടി അല്ലേ ഞങ്ങൾ എടുക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്കിവിടെ മെയ്യെഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ മെയ്യെഴുത്തൊക്കെ കാണുമ്പോൾ തന്നെ അത് വിളക്ക് കത്തിച്ചു വെച്ച് അവർ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അകത്തേക്കൊന്ന് കയറി മെയ്യെഴുത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകണം. നമുക്കൊപ്പം അനുമോദം ചേരും. അനുമോദുണ്ട്. അനുമോദ് മറ്റൊരു സ്ഥലത്ത് നിന്നും നമുക്കൊപ്പം ചേരും. സീതാറാം മിൽ ദേശത്തു നിന്നാണ് അനുമോദുള്ളത്. ഇപ്പൊ നമ്മൾ കാണുന്നത് മെയ്യെഴുത്തിന്റെ തുടക്കമാണ്. അത് അവിടെ ഇങ്ങനെ ഓരോരുത്തരെ ആയിട്ട് എഴുതാനുള്ള തുടക്കം അവിടെ നടക്കുന്നുണ്ട്. നമുക്കറിയാം പുലി വരച്ചു തുടങ്ങിയിരിക്കുന്നു. പുലികളിലേക്ക് നമുക്ക് പോകാം. ഷംന, എന്താണ് ഈ കാഴ്ചകൾ കാണുമ്പോൾ എന്ത് തോന്നുന്നത്? അതെ, കളറാണ് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അത് കളറാണ് എന്നുള്ളതാണ്. എത്രയോ ദിവസത്തെ അധ്വാനം അത് ഇന്ന് അവിടേക്ക് എത്തുമ്പോൾ അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. അപ്പോ നമുക്ക് ആദ്യം ഒരു പുൽച്ചേട്ടനിലേക്ക് പോവാം. ചേട്ടാ, സംസാരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ എത്ര കാലമായിട്ടുള്ള ആഗ്രഹമാണ് ഇത് ഇറങ്ങണം എന്നുള്ളത്? കുറച്ച് 4 കൊല്ലമായി. കഴിഞ്ഞ തവണ എല്ലാം സെറ്റ് ആയതായിരുന്നു. ഞാൻ ആംബുലൻസ് ഡ്രൈവറാണ്. അപ്പോ ഇവിടെ തൃശ്ശൂർ സിറ്റി ആംബുലൻസ് ഞങ്ങള് ഓട്ടം പോയി അതർ സിറ്റി. അപ്പൊ അത് കാരണം കഴിഞ്ഞ തവണ പറ്റിയില്ല. ഇത്തവണ അതിനു വേണ്ടി ലീവ് എടുത്തു. എന്ത് പുലിയാണ് അത്? അത് വരച്ച് കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ എത്ര നേരം ഇങ്ങനെ നിൽക്കണം ചേട്ടാ? ഒരു പിടിയില്ലേ. പേരെന്താണ്? പേര് മഹി. മഹി തന്നെയാണ് പേര്. മഹേഷ് എന്നാണ്. അപ്പൊ ഞങ്ങള് മഹീന്ന് വിളിച്ചാൽ മതി. ചേട്ടത് എപ്പോ തുടങ്ങി? ഒരുക്കൊക്കെ ഈ ദേഹം മൊത്തം രോമൊക്കെ വടിച്ച് ഇന്നലെ മുതലേ തുടങ്ങി. നമ്മളിത് വ്രതമൊക്കെ എടുക്കണ്ടോ ചേട്ടാ? എങ്ങനെയാണ് ഇതിന്റെ ചേട്ടൻ്റെ ഒരു? ഞാൻ പിന്നെ മദ്യപിക്കാറില്ല, അത് കാരണം പുലി പറയണ ഡീസന്റ് പുലിയാണ്. ഓക്കെ, അപ്പൊ ചേട്ടാ ഇത് ഇത്ര നേരം നിക്കണം എന്നൊക്കെ അറിയാലോ, കുറച്ച് എഫേർട്ടുള്ള പണിയാണ്. എല്ലാത്തിനും തയ്യാറാ? കുറച്ച് നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അപ്പൊ അത് കാരണം ഈ സ്റ്റെപ്പൊക്കെ പഠിച്ചോ? കുറച്ചൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരു പരിചയമുണ്ട്. വയറ് കുറവാണല്ലോ. അത് കൊറേ കൊല്ലായി. ഫീൽഡാണല്ലോ. അപ്പൊ ഇരുന്നിരുന്ന് കിട്ടിയതാ. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഈ ആഗ്രഹം എന്നുള്ള കാരണം. ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ഡയറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ട്. നടക്കുമെന്ന് അറിയില്ല. ഫുഡ് സമ്മതിക്കില്ല. ഞാൻ കേട്ടോ കുട്ടി സമ്മതിക്കില്ല. ഫുഡ് സമ്മതിക്കില്ല. ഫുഡ് കാണുമ്പോ നമ്മളങ്ങ് വീഴും. അതിലും പുലിയാണോ? പിന്നെ ഓക്കെ, അപ്പൊ നമുക്ക് വരയ്ക്കുന്ന ആളുകൾ ഇവിടുത്തെ എത്രയോ കാലങ്ങളായിട്ട് വരയ്ക്കുന്ന ആശാമാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അവരിലേക്കൊക്കെ നമുക്ക് പോകാം. നമുക്ക് അടുത്ത പുലിയിലേക്ക് പോവാം. ചേട്ടാ, എന്താണ് പേര്? സജി. എത്ര കാലമായിട്ട് പുലിവേഷം കെട്ടുന്നത്? ആദ്യമായിട്ട്. ഇതേ നമ്മൾ രണ്ടുപേരെ കാണിച്ചു, രണ്ടുപേരും ആദ്യമായിട്ടാണ് പുലിവേഷം കെട്ടുന്നത്. അപ്പൊ എന്ത് പുലിയാണെന്ന് അറിയോ? അതോ വരച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പുലി ഏതാ? വരയം പുലിയാണ്. അപ്പൊ എത്ര നേരം നിക്കണമെന്ന് പറഞ്ഞോ? നേരത്തെ ചോദിച്ച പോലെ അരമണി കെട്ടി സ്റ്റെപ്പൊക്കെ പഠിച്ചോ? പഠിച്ചു. അപ്പൊ ഇനിയിപ്പോ കുറച്ചു നേരം നിക്കേണ്ടി വരും. നമുക്ക് ആശാമാരുണ്ടായിരുന്നല്ലോ ഇവിടെ വരയ്ക്കുന്ന ആശാമാര്. എവിടെ ബാലകൃഷ്ണ മാഷില്ലേ? മാഷിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. അതെ, ഫ്രാൻസിസ് അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അതെ അദ്ദേഹത്തിന് ഈ നമ്മുടെ ഈ ലൈവ് റിപ്പോർട്ടിംഗ് തടസ്സമാകുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് വര തുടങ്ങിയിട്ട്? ഇതിനൊരു രീതി ഉണ്ടല്ലേ? പലർക്കും പല രീതിയാണ്. അപ്പൊ ആദ്യം വരയ്ക്കണത് ഇതാണ്. താങ്കൾ ഇതാണ് ആദ്യം വരയ്ക്കണേ? എന്റെ ആദ്യത്തെ വരയാണ്. ഓക്കെ, അത് അടിപൊളി പുലിയാണ് കേട്ടോ, ഗംഭീര പുലി. പുലിയുടെ പേരെന്താണ്? അരുൺ. ഓക്കെ, ടെൻഷൻ ഉണ്ടോ? അത് കുഴപ്പമില്ല, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. പുലിയല്ലേ എന്തായാലും. അപ്പൊ കൊറേ നേരം ഇങ്ങനെ നിക്കണം അല്ലേ? ആദ്യമായിട്ടാണോ? ഇത് കുറെ പേര് ആദ്യമായിട്ടുണ്ടല്ലോ. അപ്പൊ ഇവര് പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് നിക്കേണ്ടി വരുമോ? ഇല്ല, അരമണിക്കൂറിനുള്ളിൽ തീർത്തു കൊടുക്കും. നമ്മുടെ ഈ പെയിന്റിന്റെ പ്രത്യേകത ഇത് കഴുകി കളഞ്ഞാ പോവും? കഴുകിലേ പോവില്ല. അപ്പൊ വേണേ വെക്കല്ലേ? താങ്കൾ എത്ര കാലമായിട്ട് ഈ ഫീൽഡിൽ? 16 വർഷമായിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പരീക്ഷണം നടത്താറുണ്ടോ? പരീക്ഷണം എല്ലാ വട്ടവും നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക് വരും. അപ്പൊ നമ്മൾ മനസ്സിൽ വരുമ്പോ അതുകൊണ്ട് കളർ സ്പോട്ടാണ് അപ്പോഴേ ചെയ്യാണ്. ഓരോ പുലികളുടെ ഷേപ്പ് അല്ലെങ്കിൽ അവരുടെ സ്ട്രക്ചർ കാണുമ്പോ അറിയാം നമുക്ക് ഏത് തരത്തിൽ വരയ്ക്കുന്നത്. അപ്പൊ അവരുടെ വയറിനനുസരിച്ചാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തുക. ഇത് വരയമ്പുലി. വരയമ്പുലിയാണ്. വരയമ്പുലി, പുള്ളിയിട്ട പുള്ളി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് ഇനിയിപ്പോ വരയ്ക്കണത് മൊത്തം
ഇപ്പൊ ഫേസ് മാത്രം ഇവിടെ വരച്ചോണ്ടിരിക്കുകയാണ്. ബാക്കി ഇതിന്റെ കോട്ടിങ്ങും ലൈനും പുള്ളിയൊക്കെ സെപ്പറേറ്റ് വേറെ ആൾക്കാരുണ്ട്. അതെ, ഫേസ് മാത്രം. എന്തൊക്കെ ഇത്ര സർപ്രൈസുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ സംസാരിക്കട്ടെ, കുഴപ്പമില്ല. അയ്യോ, ഒരു കുഴപ്പമില്ല, സോറി കേട്ടോ, ഞങ്ങൾ ഇടയ്ക്ക് കയറുന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മുടെ ഈ തൃശ്ശൂരിന്റെ ഒരു ആരവം പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെങ്കിൽ അങ്ങനെയല്ലേ ചേട്ടാ? ആയിക്കോട്ടെ, ഉഷാറായിക്കോട്ടെ. ഈ പ്രാചീഭാഷന്റെ ഭാഷന്റെ മുരളിയുണ്ട്, എല്ലാവരും ഉണ്ട്. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പുലിക്ക് പേരിട്ട് പുലി, ഇയാളെങ്കിലും പുലി, ഈ രാജേട്ടൻ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. അത് പഴയ പുലിയാണോ? മുരളിയാണ് ഇതിന്റെ മെയിൻ പുലി. അപ്പൊ നമ്മളിവിടെ ഇത് ആദ്യം വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഒരു പരിപാടി ആദ്യം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ഒരു ചടങ്ങാണ്. അത് കഴിഞ്ഞ ശേഷമാണ് ഇത് ആരംഭിക്കുന്നത്. നമുക്ക് ഇത്തവണ എത്ര പുലികളാ ഉള്ളത്? 51 പുലികൾ അധികം കൊണ്ട് വരും. 51. നമുക്ക് അതിന്റെ ലിമിറ്റ് ഉണ്ടല്ലേ? 50 മിനിമം ഉണ്ടായിരിക്കണം. മിനിമം 50. അതിന് മേലെ ആയിരിക്കും. ഓക്കെ. അപ്പൊ അത് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. നിങ്ങള് വെറൈറ്റി ഉണ്ട്, അത് നിങ്ങൾ സസ്പെൻസ് പൊട്ടിക്കില്ല എന്നറിയാം, എന്നാലും അതുണ്ടായിരിക്കും. അത് അതിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ അറിയാം. പെൺപുലികളുണ്ടോ? അതുണ്ട്. ഓക്കെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് അവിടെ ഉണ്ടാവും. അണിയറയിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് പുലിവേഷം കെട്ടിയ സമയത്ത് എപ്പോഴാണ് നിർത്തിയത്? അല്ല, ഇപ്പൊ കുറച്ച് ആളായിട്ട് പ്രായത്തിന്റെ അധികം കൊണ്ടുവന്നപ്പോ അല്പം നിർത്തി. റിട്ടയർ ചെയ്ത പുലിയാണ്. എത്ര വർഷം കെട്ടിയിട്ടുണ്ടായിരുന്നു? 6 വർഷമൊക്കെ ഉണ്ടായിരുന്നു. ഓർഗനൈസിംഗ് കമ്മിറ്റിയിലുള്ള ആളാണ്. നമ്മൾ ഓരോ തവണയും ഈ പുലിക്കളി ഗംഭീരാക്കാനായിട്ട് നമ്മൾ നേരത്തെ 1 വർഷം മുമ്പേ തുടങ്ങുമല്ലേ? ഇത്തവണ വയനാട് ദുരന്തം വന്നപ്പോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, നടക്കില്ല എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും സർക്കാരും പുലിക്കളി സംഘങ്ങളും നിർണയമായ സമ്മർദ്ദത്തിന്റെ പുറത്ത് സർക്കാരിനെ അനുവദിക്കേണ്ടി വന്നു. അത് ജനങ്ങളും ആവശ്യക്കാരായിരുന്നു. അതിന്റെ പുറത്ത് അത് ഭംഗിയായിട്ട് നടത്താനുള്ള തയ്യാറെടുപ്പാണ്. നടക്കും എന്നാണ് എന്നോട് വിശ്വാസം. തീർച്ചയായിട്ടും നടക്കും. ഒരുപാട് കലാകാരന്മാരുടെ ആഗ്രഹമല്ലേ, എത്രയോ കാലങ്ങളായിട്ട് അവര് തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ബാക്കി ദൃശ്യങ്ങളിലേക്കൊക്കെ പോകേണ്ട കഴിഞ്ഞു. അപ്പൊ നമുക്ക് കാണാം വീണ്ടും. അപ്പൊ ഇവിടെ പുലിക്കളി അത് വരും. ഇതാണ് ട്രഷററാണ് ചേട്ടൻ നമ്മളെ സ്വാഗതം ചെയ്തിരുന്നു നേരത്തെ തൃശ്ശൂരിലേക്ക്. എന്താണ് ചേട്ടാ എന്താ പറയാനുള്ള? പുലിക്കളി നമ്മൾ തുടങ്ങാൻ പോവാണ്. ഈ പുലിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആവേശമാണ്. അത് ഈ ഒരു ദേശം എന്ന് പറയുമ്പോ ദേശത്തിന്റെ മൊത്തം ആവേശ. രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി പങ്കെടുക്കുന്ന ഒരു സംഘമാണ് ഈ ഒരു ദേശം സംഘം. ഈ സംഘത്തിലേക്ക് വന്ന ന്യൂസ് ചാനലുകൾക്ക് ഞങ്ങൾ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. അതെടുത്ത് പറയണം കേട്ടോ, ഞങ്ങളിവിടെ വന്നപ്പോ ആരെ കാണണം? അതെ, അപ്പൊ ഞങ്ങളിവിടെ വന്നപ്പോ എല്ലാം പഠിച്ചു. അപ്പൊ ഞങ്ങളത് സെക്രട്ടറി ഞങ്ങളിവിടെ വന്നപ്പോ എങ്ങനെ ആരോട് സംസാരിക്കും എന്നുള്ളൊരു സംശയം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഇങ്ങോട്ട് വന്നിട്ടായിരുന്നു നിങ്ങൾ എവിടെ നിന്നാണ് അതെ സ്വീകരണം എന്നുള്ള ആ വാദം ഞങ്ങൾക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. പറയട്ടെ, എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ? എന്താണ് പ്രതീക്ഷ? തീർച്ചയായിട്ടും ഞങ്ങൾ പ്രൈസ് വാങ്ങുമെന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള കോൺഫിഡൻറ്റ് ഞങ്ങളുടെ. അപ്പോൾ എന്തായാലും അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുലികൾ 51 എണ്ണം ഉണ്ട്, ഒരു ടാബ്ലോ ഉണ്ട്, ഒരു പുലിവണ്ടി ഉണ്ട്, അതുപോലെ തന്നെ വെറൈറ്റീസ് ആയിട്ട് കുട്ടികളുണ്ട്, വനിതകളും ഉണ്ട്. എല്ലാവരുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് അത് മാക്സിമം അതിൽ തൃശ്ശൂരിൽ ഞങ്ങൾ പോയി ഞങ്ങളുടേതായിട്ടുള്ള തനതായിട്ടുള്ള വ്യക്തിമുദ്ര ഇതിൽ പതിപ്പിച്ചിരിക്കും. അതൊരു സംശയമില്ല. ഈ പ്രാക്ടീസ് ഒക്കെ എപ്പോൾ തുടങ്ങിയായിരുന്നു? പ്രാക്ടീസ് കുറെ നാളുകളായിട്ട് തുടങ്ങിയിരിക്കുക. അതിൽ ഏകദേശം 5 മാസത്തോളമായി ഈ ടാബ്ലോയും മറ്റു കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട്. പുതിയതായിട്ട് ഒരുപാട് പുലികളുണ്ടല്ലോ ഇത്തവണ? ഉണ്ട്, ഒരുപാട് പുലികളുണ്ട്. അപ്പൊ അവർക്ക് കുറെ ഈ സ്റ്റെപ്പ് ഒക്കെ പഠിപ്പിക്കല് അത് അവർക്ക് അറിയാം. അത് ഏറെ നാളായിട്ട് ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് എല്ലാവരും തന്നെ. പക്ഷെ വേഷം ഇടുന്നത് ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിരുന്നാലും ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാം. അതിന്റെ ഒരുക്കങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് തോന്നുന്നു ഇപ്പൊ? ഷംന ഇങ്ങനെ ആകെ പുലികളെ കണ്ടിട്ട് ഇങ്ങനെ എന്താണ് ചുറ്റും നോക്കുമ്പോ മൊത്തം കളർഫുൾ കാര്യങ്ങളാണ്. നമുക്ക് അങ്ങോട്ടേക്കൊക്കെ നോക്കുമ്പോൾ കാണാം ഓരോ തരത്തിലുള്ള പുലികളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. കുറച്ച് എന്താണ് ക്ഷമ വേണ്ട പണിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ ഷംന? അതെ, കുറച്ച് കഴിഞ്ഞാൽ 400ഓളം പുലികളുടെ ഇടയിലായിരിക്കും. അതെ, ഇപ്പൊ ഇത്രയും പുലികളുടെ അടുത്തെത്തിയപ്പോ തന്നെ ഷംനയ്ക്ക് മൊത്തത്തിലൊരു ആകെ ഒരു അങ്കലാപ്പുണ്ട് അല്ലെ? അപ്പൊ പിന്നെ ചെണ്ടമേളം കൂടെ ഒക്കെ വരുമ്പോ ഷംന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഈ പറയുന്നതൊന്നും വെളിയിലേക്ക് കേൾക്കാൻ പോണില്ല. കുറച്ചുകൂടെ മണിക്കൂറുകൾ കഴിയുമ്പോൾ ചെണ്ടമേളവും അരമണി കിലുക്കവും മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ ഓരോ ദേശക്കാരുടെയും അവരുടെ മെയ്യെഴുത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിയൂരാണുള്ളത്. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് അവരുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പുലികളി എന്ന് പറയുന്ന നേരത്തെ ആ ചേട്ടൻ പറഞ്ഞതുപോലെ ആവേശം, തൃശ്ശൂരിന്റെ ആവേശം അത് ഇവിടെ വരുന്ന ഓരോരുത്തരിലേക്കും എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതെ, അപ്പൊ ഇവിടെ മറ്റൊരു പുലി തയ്യാറാവുകയാണ്. നമുക്ക് ഈ കളർ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല ഷംനിക്ക്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെള്ളയും മഞ്ഞയുമാണ്.
പിന്നെ അല്ലേ ചുമപ്പ് കലർന്നൊരു കളറും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ ഇതാണ് നമ്മളൊരു വനിതാ പുലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹലോ, എന്താണ് പേരെന്താണ്? ഹരിത. അപ്പൊ ആദ്യമായിട്ടാണോ പുലി വേഷം കെട്ടണേ? ഇല്ല, ഞാൻ അല്ല 2 ദിവസം മുന്നേ ഇരിങ്ങാലക്കുട ഉണ്ടായിരുന്നു. ഓ, അടിപൊളി. അപ്പൊ ഇഷ്ടപ്പെട്ട് ഇറങ്ങിയാണ് ഫീൽഡിലേക്ക്? ഇഷ്ടാണ്. അപ്പൊ ഈ സ്റ്റെപ്പ് ഒക്കെ പഠിച്ചോ? പഠിച്ചു. നിങ്ങക്ക് ഇവിടെ വീട്ടിൽ എത്ര പുലികളുണ്ട്? അപ്പൊ പെൺപുലികള് 3 പേര്. 3 പേരേ ഉള്ളൂ. അപ്പൊ നിങ്ങള് കമ്പനി ആയോ? ഇല്ല, കണ്ടിട്ടില്ല. അയ്യോ, അപ്പൊ നിങ്ങളെ കാണലും കൂടിയാണ്, കൂടിക്കാഴ്ച കൂടിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ആദ്യത്തെ പുലികളി എവിടെയായിരുന്നു? ഇരിങ്ങാലക്കുട അവിടെയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. നമ്മൾ ഈ ഇറങ്ങുമ്പോ ആണ് പെണ്ണ് വ്യത്യാസമൊന്നും ഇല്ല അല്ലേ? നമ്മള് പുലിയാണല്ലോ അല്ലേ? ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതാ ഞാൻ ചോദിക്കാൻ വന്നത്, ഇവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ഭയങ്കരമാണ്. അതെ, പൊളിയായിരുന്നു, കുഴപ്പമില്ല. വിയൂർ ദേശത്തിലേക്ക് എത്തിയപ്പോ നമ്മൾ നേരത്തെ ഇവരുടെ കൂടെ കൂടിയിട്ട് പ്രാക്ടീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല. കോൺഫിഡന്റ് ആണ്, നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഇത് ഇഷ്ടമാണ്. ഓക്കെ. ഇത് എന്താണ് ആലോചിച്ച് വരും. അതെല്ലാം നമ്മൾ താങ്ക് യു കേട്ടോ. അപ്പൊ ഓൾ ദ ബെസ്റ്റ് പുലിക്ക്, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് അവിടെ കാണാം റോഡില്. ഓക്കെ. അപ്പൊ പെൺപുലികൾ 3 പേരാണ്. സീക്രട്ട് എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പുലികളുണ്ട്. അതെ, വേറെ പുലികൾ ഇവിടെ തയ്യാറാവുകയാണ്. ചേട്ടാ വിജയൻ. എത്ര? വിജയൻ വാടാനപ്പള്ളി. അങ്ങനെയാണ്. അപ്പൊ എത്ര കാലമായിട്ട് നമ്മള് പുലിവേഷം? ഞാൻ ഇപ്പൊ ആദ്യമായിട്ടാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ തെയ്യം കലാകാരനാണ്, മേളക്കാരനാണ്, ശിങ്കാരി മേളക്കാരനാണ്. അപ്പൊ ഈ ശിങ്കാരിമേള ഇതിൽ നമ്മൾ അതല്ലേ ഉപയോഗിക്കണത്? അസുരതാളം അല്ലെ? അസുരതാളം. അപ്പൊ അത് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചേട്ടാ? ചെണ്ട എന്ന് പറഞ്ഞ ശുദ്ധമാണ്. അസുരം എന്ന് പറഞ്ഞാൽ ശിങ്കാരി മേളത്തിന് അസുരവാദ്യം എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതിലുള്ള ഈ മേളം, ഈ പ്രത്യേക ഒരു സ്റ്റെപ്പ് അല്ലേ പുലിക്ക് നമ്മൾ കളിക്കുന്നത് അല്ലെ? ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റും കേട്ടോ? ട്രൈ ചെയ്ത് നോക്കിയാലോ നമുക്കൊന്ന്? ചെണ്ട ഇല്ലാതെ പാടാണെങ്കിലും ഞാനത് പറയായിരുന്നു ഷംനയോട്. ഷംന, നമ്മളിപ്പൊ പറയുന്ന ഈ ശബ്ദം ഇപ്പോഴേ കേൾക്കാൻ പറ്റൂ. കുറച്ച് കഴിയുമ്പോ ചെണ്ടമേളം അല്ലെ മണിക്കിലുക്കോ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. തെയ്യങ്കലാരൻ എത്ര കാലമായിട്ട് ഈ ഫീൽഡിൽ? 14 വർഷമായിട്ട്. 14 വർഷമായിട്ട് തെയ്യം ഫീൽഡിലുണ്ട്. ഓക്കെ. അപ്പം ഉത്സവങ്ങള് എല്ലായിടത്തും? ഇപ്പൊ ഇന്നലെ പരിപാടി കഴിഞ്ഞ് വന്നല്ലോ. ഇന്നലെ ഇവിടെ മണ്ണുത്തിയിലായിരുന്നു. നിങ്ങളുടെ ഉറക്കമൊക്കെ എങ്ങനെയായിട്ടോ ഒന്ന് സെറ്റ് ആവണം? വണ്ടിയിൽ കിടന്ന് ഉറങ്ങും. വണ്ടി വീടാക്കും നമ്മള്. അതെ. അപ്പൊ ഇതിനകത്ത് ഇന്നിപ്പോ ഏത് പുലിയാണ്? നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുവാണോ അതോ? അവര് ആശാന്മാര് പറയുന്നത് എന്താണ് നമ്മൾ ചെയ്യാം. നമുക്ക് ആശാന്മാരുണ്ട്, അവര് പറയുന്നേക്ക്. അപ്പൊ എന്തായാലും അനുമോദം ചേരുന്നുണ്ട് നമുക്കൊപ്പം. ചേട്ടാ, അപ്പൊ നടക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. അപ്പൊ പുലികൾ ഇങ്ങനെ തയ്യാറാകുന്നു. നമ്മൾ വിയൂരാണുള്ളത്. അനുമോദം